ഇന്ന് നാം വ്ളാഡിമിറിലെ നിത്യസഹായ മാതാവിൻ്റെ ഐക്കണിലെ പരിശുദ്ധ മറിയത്തിൻ്റെ മൂക്കും വായും എങ്ങനെയെന്ന് ധ്യാനിക്കാം. ഇന്നലെ നാം പരിശുദ്ധ അമ്മയുടെ നേറ്റിവിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ സാധാരണയായി പറയും, അവൾ അച്ഛനെ പോലെയാണ്, അമ്മയെപ്പോലെ ഇരിക്കുന്നു എന്നൊക്കെ. ഇന്ന് നമ്മുടെ വളർന്നു വന്ന പെൺകുട്ടിയുടെ മൂക്കും വായും നോക്കാം. എല്ലാ ഐക്കണുകളിലും മെലിഞ്ഞ മൂക്കും ഒരു നൂല് പോലെ തോന്നിക്കുന്ന വായും ഉള്ള മേരിയെ നമുക്ക് കാണാം. മൂക്ക് ഗന്ധത്തിൻ്റെ അവയവവും ശ്വാസനാളത്തിൻ്റെ തുടക്കവും ആയതിനാൽ മൂർച്ചയുള്ള രീതിയിൽ ഐക്കണുകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ നേർന്ന വരയായിട്ടാണ് ഐക്കണുകളിൽ അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് കണ്ണുകളെ വായുമായി ബന്ധിപ്പിക്കുന്ന ഒരു നൂല് പോലെ വളരെ നേർത്തതാണ് മൂക്ക്. നമ്മൾ പലയിടത്തു നിന്നും മണം പിടിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും അറിയാനും വിമർശിക്കാനും നാല് വശത്തുമുള്ള വിശേഷങ്ങൾ അറിയാനും തിടുക്കം കൂട്ടുന്നവരാണ് നമ്മൾ. മറ്റുള്ളവരുടെ വാർത്തകൾ മണത്തറിയാൻ മിടുക്കരാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ നീണ്ട ഡെലിക്കേറ്റായ ഒരു നൂല് പോലെയുള്ള ഈ മൂക്ക് പരിശുദ്ധമായവയെ മാത്രം ശ്വസിച്ച് ഉള്ളിലേക്ക് വലിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയെയാണ്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് വായിലേക്ക് നോക്കാം. ചില ഗ്രീക്ക് തത്വചിന്തകർ വായ ശരീരത്തിൻ്റെ ഏറ്റവും ഇന്ദ്രിയ ഭാഗമാണെന്ന് അവകാശപ്പെടുന്നു. ഇത് രുചിയുടെ വാസസ്ഥലമാണ്. ഭക്ഷണങ്ങൾ ആസ്വദിക്കാനും അസ്വസ്ഥത ഉണ്ടാക്കുന്നവ നിരസിക്കാനും നമ്മളെ സഹായിക്കുന്നു. അതിൽ നിന്നാണ് പുകഴ്ത്തുന്നതോ അധിക്ഷേപിക്കുന്നതോ ആയ വാക്കുകൾ പുറത്തു വരുന്നത്. ഏറ്റവും വിലമതിക്കുന്ന മനുഷ്യ ലാളനകൾ കൊടുക്കാനും ചുണ്ടുകൾ ഉപയോഗിക്കുന്നു. ഐക്കണോഗ്രാഫർമാർ ചുംബനത്തെ ഒരു സെൻസറി ഓർഗനായിട്ടാണ് കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളിൽ ചുണ്ടുകളെ അനുകരിക്കുന്ന രണ്ട് ചെറിയ ത്രികോണങ്ങളുള്ള ഒരു വര പോലെ വളരെ നേർത്ത പെയിന്റ് ചെയ്താണ് വരയ്ക്കുന്നത്. അത് സ്ഥിരമായി അടഞ്ഞു കിടക്കും. കാരണം യഥാർത്ഥ പ്രാർത്ഥന നിശബ്ദമാണ്. സക്കറിയ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാം കർത്താവിൻ്റെ മുമ്പാകെ നിശബ്ദമായിരിക്കട്ടെ. സെന്റ് ജോൺ ഇൻ സൈലൻസ് എന്നറിയപ്പെടുന്ന ഒരു റഷ്യൻ ഐക്കണിൽ അപ്പസ്തോലൻ തൻ്റെ ഒരു കൈയുടെ വിരലുകൾ വായിൽ വെച്ചുകൊണ്ട് മറ്റൊന്ന് സുവിശേഷ പുസ്തകം പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. അവൻ്റെ ചുണ്ടുകൾ അടഞ്ഞിരിക്കുമ്പോഴും ഒരു മാലാഖ അവൻ്റെ ചെവിയിൽ ഒരു സന്ദേശം അറിയിക്കുന്നു. അതാണ് പ്രാർത്ഥന. ദൈവത്തെ കേൾക്കുക, നമ്മൾ നിശബ്ദത പാലിക്കുക. വിർജിൻ ഓഫ് സൈലൻസ് എന്ന ഈ ഐക്കണിൽ പരിശുദ്ധ മറിയം അവളുടെ ചുണ്ടിൽ കൈവയ്ക്കുന്നു. അങ്ങനെ മേരി അവളുടെ ഹൃദയത്തിൽ എല്ലാം ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്ന തിരുവെഴുത്ത് നിറവേറുന്നത് ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. എലീശ പുണ്യവതിയിൽ ഗർഭം ധരിച്ച ആ 9 മാസവും സക്രിയാസ് നിശബ്ദത പാലിക്കേണ്ടി വന്നു. അത് ശിക്ഷ കൊണ്ടല്ല, മറിച്ച് ദൈവം അവരിലൂടെ പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളെ ധ്യാനിക്കേണ്ടതിനാൽ വലിയ ഒരു നിശബ്ദത ആവശ്യമുണ്ടായിരുന്നു. ക്രിസ്മസിനു വേണ്ടിയുള്ള ഈ ആഗമന കാലഘട്ടത്തിൽ നമുക്ക് മറിയത്തിൻ്റെ സ്കൂളിൽ നിന്ന് നിശബ്ദത പാലിക്കാൻ പഠിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും നമ്മെ അകറ്റുന്ന ദേഷ്യവും നീരസവും സൃഷ്ടിക്കുന്ന അശുദ്ധമായ നിശബ്ദതയല്ല നമ്മൾക്ക് വേണ്ടത്. അശുദ്ധമായ നിശബ്ദത മറ്റുള്ളവരെ നമ്മിൽ നിന്നും അകറ്റും. പരിശുദ്ധമായ നിശബ്ദത എന്നത് ദൈവത്തെ കേൾക്കാനും ദൈവത്തെ ധ്യാനിക്കാനുമായി വാ അടയ്ക്കുക എന്നുള്ളതാണ്. ദൈനംദിന ജീവിതത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുമ്പോൾ ആളുകളോട് ദേഷ്യപ്പെടുന്നതിനും വെറുക്കുന്നതിനും ചുറ്റുമുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതിനോടകം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നമുക്ക് നിശബ്ദതയിൽ ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കാം ഇന്നേ ദിവസം.